Assalamualaikum. Hello everyone. Namaskaram. Welcome to Serve It Like Shani. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വെജിറ്റേറിയൻ സ്പെഷ്യൽ ആയിട്ടാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കണം. എന്തായാലും ഇന്നത്തെ ഡിഷ് എന്താണെന്നോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ സാധനം വെച്ചിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുരിങ്ങയില വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം എല്ലാവർക്കും. മുരിങ്ങയില വെച്ചിട്ട് ഒരു അപ്പാണ്, മുരിങ്ങയില അപ്പം. എന്തായാലും ആരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇതെൻ്റെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ്, എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നല്ല ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ. പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല, ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ അങ്ങനെ ചട്നിയൊക്കെ ആയിട്ടാണ് കഴിക്കാറ്. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്ക് ഇതൊരു പക്ഷെ ഉപകാരമാവും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ മാവില് മുരിങ്ങയില ഇട്ടിട്ടുള്ള ഒരു അപ്പാണ്. അപ്പൊ അതങ്ങനെ അപ്പം കഴിക്കുന്നതോടുകൂടെ മുരിങ്ങയിലയും കഴിക്കും. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണ്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പച്ചരിയാണ്. പച്ചരി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 മണിക്കൂർ കുതിർത്തിയ പച്ചരിയാണ്. ഇപ്പോഴുണ്ട് വെള്ളം, ഞാൻ ഊറ്റിയിട്ടില്ല. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് കായമാണ്, അതൊരു 1/2 ടീസ്പൂൺ തന്നെ മതി. ഇത് മഞ്ഞൾ കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു 3-4 ചെറിയ ഉള്ളി, 3 അല്ലം മതി. പിന്നെ സോൾട്ട്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ 1/2 കപ്പ് മുരിങ്ങയില. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. എന്തായാലും ഇനി എങ്ങനെ പ്രിപ്പറേഷൻസ് എന്ന് നോക്കാം. അപ്പൊ നമ്മള് കുതിർത്തിട്ട അരി മിക്സിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി ഇതിലേക്കിടാം. അതുപോലെ തന്നെ ജീരകം, അതായത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂണ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കായം 1/2 ടീസ്പൂണ് ഫുള്ള് ഇതിലേക്കിടാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇതിലേക്കിടാം കംപ്ലീറ്റ്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 1/4 കപ്പ് ഇതിലേക്കിടാം. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ഒരു കപ്പ് ഇതെടുത്തിന്, പച്ചരി എടുത്തിന് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ കൺസിസ്റ്റൻസി അതിനനുസരിച്ചിട്ട് പറഞ്ഞുതരാം. എന്തായാലും 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് അരച്ചത്. ഇതാ ഈ 1 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് 1 കപ്പ് റൈസ് അരച്ചത്. ഇനി വേണം നോക്കാം, നമുക്ക് കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നോക്കാം. ഇതാ എന്തായാലും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു മോൾഡിലേക്ക് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് കൺസിസ്റ്റൻസി നോക്കാം. ഓക്കെയാണ്, കൺസിസ്റ്റൻസി ഓക്കെയാണ്. കണ്ടോ, ദോശമാവിനെക്കാട്ടിലും കുറച്ച് ലൂസാവണം. പിന്നെ ഇനി ചേർക്കേണ്ടത് ബാക്കി 1/4 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നു, അത് ചേർക്കാം. അതുപോലെ തന്നെ ബാക്കി 1/2 ടീസ്പൂണ് ജീരകമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ 1/4 ടീസ്പൂൺ യൂസ് ചെയ്ത് ബാക്കി 1/4 ടീസ്പൂൺ ഇടാം. അതുപോലെ തന്നെ സോൾട്ട്. ഇനി വേണ്ടത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങയില. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. സോൾട്ട് വേണമെങ്കിൽ ചേർക്കാം, അത് നമുക്ക് നോക്കിയാലേ അറിയുള്ളൂ. അതിനനുസരിച്ച് സോൾട്ട് ചേർക്കാം. ഇനി ഇത് നമുക്ക് പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം. പാൻ വെച്ച് കത്തിക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാവ് ഒഴിക്കാം.
ചുറ്റിച്ചു കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെക്കണമെന്നില്ല, 2 മിനിറ്റ് വേവിച്ചാൽ മതി. ഓൾറെഡി വെന്തിട്ടുണ്ട്, എന്നാലും ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുരിങ്ങയില ദോശ ഇങ്ങനെ തന്നെ ഓരോന്നും ചുട്ടെടുക്കാം. അങ്ങനെ മുരിങ്ങയിലപ്പം റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഒരുപോലത്തെ ദോശ, വെള്ളപ്പം ഇതല്ല, ഇതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യും ചെയ്യാം. കുറച്ചും കൂടി ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മുരിങ്ങയിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ അഡീഷണൽ ആയിട്ട് നെയ്യ് ഗീ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഇതാ മുരിങ്ങയില ദോശ ഉണ്ടില്ല, നല്ല ക്രിസ്പി ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ക്രിസ്പി വേണം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കാം. വേണമെങ്കിൽ മാത്രം കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് വേണം എന്നുള്ളവർക്ക് ചേർക്കാം. ഇന്ന് ചമ്മന്തി അല്ല, ഞങ്ങൾക്ക് ഇന്ന് മറ്റേ സോയ മസാലയാണ്, സോയ ചങ്കിന്റെ മസാലയാണ്. അപ്പൊ അത് കൂട്ടിയിട്ടാണ് ഇന്ന് കഴിക്കാൻ പോണത്. ഇതിന്റെ കൂടെ ഒന്നും വേണമെന്നില്ല, ചമ്മന്തി ചട്നി ആയാലും ഓക്കെയാണ്. പിന്നെ ഞങ്ങള് ഇത് മുളകിട്ടതായതുകൊണ്ട് ഇതാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇന്നത്തെ മുരിങ്ങയില അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എന്തായാലും ഇനി പുതിയൊരു റെസിപ്പിയുമായി എത്തുന്നവരെ എല്ലാവർക്കും താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സോ ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.